ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അതിനായി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങും ഒരു സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞെടുത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. സവാളയാണെങ്കിൽ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല വഴണ്ട് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച കിഴങ്ങും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് തിളച്ച വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മൂടി വെച്ചൊന്ന് അരമണിക്കൂർ ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ടേസ്റ്റി കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.